ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ചൊരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ, ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അതിനൊരു സ്റ്റോറി തന്നെ ഉണ്ട്. ഞങ്ങൾ എങ്ങനെ ഫ്രണ്ട്സായി എന്നുള്ളതിലൊരു വലിയ സ്റ്റോറി തന്നെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട്, അതായത് PG കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു ജോലിക്ക് കയറുകയാണ്. ഫസ്റ്റ് ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ മുക്കത്തൊരു കോളേജിലാണ് കയറുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ് കേട്ടോ അവർ. അപ്പോൾ ഇവരെ ഞാൻ മീറ്റ് ചെയ്തത് കോളേജിൽ വെച്ചിട്ടാണ്. മീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു ഇവർ. ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശത്രുക്കൾ. നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ജേണിക്ക് ഒരു വലിയ സ്റ്റോറി ഉണ്ട്. ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഒരു ടീച്ചറുടെ വാക്കൻസിയിലാണ് ഞാൻ കയറുന്നത്. അപ്പോൾ ടീച്ചർക്ക് കുറച്ച് വയ്യാണ്ടായിട്ടാണ് മുപ്പത്തി റെസിഗ്നേഷൻ ഇട്ടത്. റെസിഗ്നേഷൻ എന്നല്ല, ഒരു കുറച്ച് ലോങ് പീരീഡിലേക്കൊരു ലീവ് എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു ആക്ച്വലി എന്ത് ചെയ്തത്, ആ ഒരു ലെറ്റർ മെയിൽ ഫോർവേഡ് ചെയ്തത്. അപ്പോൾ ഈ ലെറ്ററിനെ മാനേജ്മെൻറ്റ് ഒരു റെസിഗ്നേഷനായിട്ട് കൺസിഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ എന്നെ റിക്രൂട്ട് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ ടീച്ചർ, അതായത് ഇപ്പോൾ വേക്കൻസിയിൽ പോയ ടീച്ചർ ആക്ച്വലി റെസിഗ്നേഷൻ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. മുപ്പത്തി ഉദ്ദേശിച്ചത് ഒരു ലോങ് ലീവ് എന്ന് മുപ്പത്തിൻ്റെ ബാക്ക് പെയിൻ അങ്ങനെ എന്തൊക്കെ ഇഷ്യൂ വന്നിട്ട് അതൊരു ലോങ് ലീവ് ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റ് അത് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അതിനൊരു റെസിഗ്നേഷനായി കൺസിഡർ ചെയ്തിട്ടാണ് എന്നെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ കോളേജിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചു, ആരാ, എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, പുതിയ ടീച്ചറാണ്, അപ്പോയിൻറ്റഡ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ, കാരണം നമുക്കിവിടെ പുതിയ വേക്കൻസീസ് ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ നെഞ്ചത്തിങ്ങനെ കൈവച്ചു. കാരണം PG കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. നമുക്ക് ജോബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി, ഇത്രയും പഠിച്ചിട്ട് ജോലിയായില്ലേ അത് ക്വസ്റ്റ്യൻ, ഒരു സമാധാനം എന്നുള്ള രീതിയിലാണ് ഞാൻ കോളേജിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടതും എനിക്കൊരു അറ്റാക്ക് വന്ന അവസ്ഥയായി. പിന്നെ ഞാൻ പോയി പ്രിൻസിപ്പലിനെ മീറ്റ് ചെയ്തു. പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു ടീച്ചർക്ക് വയ്യാതായിട്ടുണ്ട്, അപ്പോൾ ആ ഒരു വേക്കൻസിയിലേക്കാണ് ഇമ്മീഡിയറ്റ് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ എടുത്തു തന്നത്. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് HOD-നെ ഞാൻ വിളിക്കാം, HOD എന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് HOD ലീവാണ്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റ് HOD-നെ വിളിച്ചു. അപ്പോഴാണ് അസിസ്റ്റൻറ്റ് HOD അറിയുന്നത്, എന്താ പറയുക, ഇങ്ങനൊരു അപ്പോയിൻമെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ എന്നെ കാണുമ്പോൾ എല്ലാവർക്കും എക്സൈറ്റ്മെൻറ്റാണ്. പുതിയ അപ്പോയിൻമെൻറ്റോ എന്തിന്? കാരണം അവിടെ ഓൾറെഡി ഫുൾ ഫ്ലെഡ്ജായിട്ട് ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തിനൊരു പുതിയ അപ്പോയിൻമെൻറ്റ്, ആരാണിത്? ആ ഒരു ലെവലിലാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജോലിക്ക് വേണ്ടി ആദ്യമായി പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ളൊരു സംഭവം കൂടെ ഉണ്ടായാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പാനിക് ആവുന്നു. കാരണം ഞാൻ എല്ലാവരോടും പറയും, എനിക്ക് ജോലി കിട്ടി, ഇങ്ങനെയുള്ള സ്ഥലത്താണ് ജോലി കിട്ടിയിരിക്കുന്നത്, ഞാൻ പോവാണെന്നുള്ള രീതിയിൽ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ സപ്പോസ് എനിക്ക് ജോലി പോയാൽ ഞാൻ എന്താക്കും എന്നുള്ള അവസ്ഥയെ ഞാൻ ഭയങ്കര പാനിക്കായിട്ട് നിൽക്കുക. അതുകൂടാതെ ഇതൊരു റെസിഡൻഷ്യൽ ക്യാമ്പസാണ്. അപ്പോൾ സ്റ്റേ ഒക്കെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ വരാം. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്യാമ്പസിലാണ് സ്റ്റേ ചെയ്യുന്നതും. അപ്പോൾ ഓൾറെഡി ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ ഹോസ്റ്റലിലെത്തി. അങ്ങനെ ഇൻ്റർവെൽ ടൈമായി, ടീച്ചേഴ്സൊക്കെ സ്റ്റാഫ് റൂമിൽ വന്നു. സ്റ്റാഫ് റൂമിൽ വന്നപ്പോഴും എന്നെ ഈ പഴയ ടീച്ചർ ഇരുന്ന സീറ്റിലേക്കാണ് അസിസ്റ്റൻറ്റ് HOD കൊണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക, എന്തിനാണ് ഇവിടെ വന്നിരിക്കണേ? പക്ഷെ എനിക്ക് അപ്പോൾ ആരും എന്നോട് സംസാരിക്കുന്നില്ല. അവരും കൺഫ്യൂഷനിലാണ്, ഞാനും കൺഫ്യൂഷനിലാണ്. അപ്പോൾ പിന്നെ സ്റ്റാഫ് റൂം മൊത്തത്തിലൊരു എന്താ പറയുക, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. എല്ലാവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എല്ലാവർക്കും ഞാൻ മുന്നിലിരിക്കുന്നതുകൊണ്ടൊന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങൾ. അങ്ങനെ ലാസ്റ്റ് എൻ്റെ അടുത്ത് ഇങ്ങനെ അവർ വന്ന് സംസാരിച്ചു, എന്താണ് എങ്ങനെയാണെന്നൊക്കെ കുറച്ച് സംസാരിക്കാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ആ ടീച്ചറെ വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞാനിങ്ങനെ റെസിഗ്നേഷൻ ഫോർവേഡ് ചെയ്തിട്ടില്ല, ഞാനൊരു ലോങ് ലീവ് ആപ്ലിക്കേഷനായിരുന്നു ഫോർവേഡ് ചെയ്തത്, അത് മാനേജ്മെൻറ്റ് ഒരു റെസിഗ്നേഷനായിട്ട് കൺസിഡർ ചെയ്തതായിരിക്കും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഈ ജോലി പോയി. കാരണം നമ്മൾ ഫുൾ പാക്കായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്, ഫസ്റ്റ് ജോബാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഞാൻ വരുന്നത്. അങ്ങനെ അതൊരു വലിയ പ്രശ്നമായി കോളേജിൽ മൊത്തം. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ നമുക്കൊരു സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു. സ്റ്റാഫ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോളേജിലെ എൻറ്റയർ സ്റ്റാഫിൻ്റെ മീറ്റിംഗാണ് വിളിച്ചത്. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു, ഇത് നമ്മുടെ പുതിയ അപ്പോയിൻമെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോഴാണ് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് അറിയുന്നത് പുതിയൊരു അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ്, അതെനിക്ക് കാണാം, റീഡ് ചെയ്യാം അതിനകത്ത് നിന്ന്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പ്രിൻസിപ്പൽ
ആ ടീച്ചർ അയച്ചിരുന്ന ആ മെയിൽ പ്രിൻ്റ് എടുത്തിട്ട് വന്നിട്ട് പറയുന്നു, ഈ ഒരു മെയിൽ നിങ്ങൾ വായിച്ചു നോക്കുക, ഇതിനകത്ത് നിന്ന് റെസിഗ്നേഷൻ എന്നല്ലാണ്ട് നമുക്ക് വേറൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് നമ്മൾ പുതിയ അപ്പോയിൻറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഭയങ്കര ഒരു സിറ്റുവേഷനാണ്. കാരണം ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും അവൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ എല്ലാവരും അവരായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ എല്ലാവരും അവരെല്ലാം സപ്പോർട്ട് ചെയ്യും. ഞാനൊരു ടോട്ടലി ഫ്രഷറാണ്. അപ്പോൾ എന്നെ ആർക്കും അറിയില്ല. അപ്പോൾ അവർക്കും ഭയങ്കര കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുക. അപ്പോൾ HOD പറഞ്ഞു, ഇനി മുതൽ ഇതായിരിക്കും നമ്മുടെ പുതിയ ടീച്ചർ. അപ്പോൾ അതിൽ എല്ലാവരും സ്റ്റക്കായി. എല്ലാവർക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പുതിയൊരു ഫാക്കൽറ്റി വന്നും കഴിഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി നിൽക്കുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ കുട്ടിയുടെ ഫസ്റ്റ് ജോബാണ്, ആദ്യമായിട്ട് വന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾ ആ കുട്ടീനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് ആ കുട്ടിക്ക് എങ്ങനെ ഫീൽ ചെയ്യുക ചോദിച്ചു. അപ്പോൾ അതിൽ എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു ബാഡ് ഫീൽ ഉണ്ടായി. എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച്. ഇത് നടക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഞാൻ ജോയിൻ ചെയ്ത് 2-3 ദിവസമായിട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ മാം വന്നു കോളേജിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തു. മാം റിലീവ് ചെയ്തു. ആൻഡ് ഫൈനലി ആ പോസ്റ്റിലേക്ക് ഞാൻ തന്നെ അപ്പോയിൻറ്റഡ് ആയി. അപ്പോൾ ആ മാമിൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ് ഇന്ന് ഞാൻ മീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ കേട്ടോ. അവർ ഈ മാമും ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ഫ്രണ്ടിനെ അങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് അങ്ങ് ടെർമിനേറ്റ് ചെയ്തിട്ട് പുതിയൊരാൾ വരുമ്പോഴുള്ള പ്രശ്നം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾക്കൊരു 3-4 മാസത്തേക്ക് നമ്മൾ തമ്മിൽ അങ്ങനെ ഹായ് ബായ് അത്രയൊക്കെ ഉള്ളൂ. കാണുന്നു, സംസാരിക്കുന്നു, ചെറിയ അങ്ങനെ പെട്ടെന്ന് ഭയങ്കര കമ്പനിയൊന്നുമില്ല. ബാക്കി ടീച്ചേഴ്സിനെ പോലെ കമ്പനിയൊന്നുമില്ല. ഒരു ഹായ് ബായ് റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു നമ്മൾ തമ്മിലുണ്ടായത്. പിന്നെ ഇവൻച്വലി നമ്മൾ ഫ്രണ്ട്സ് ആവാൻ തുടങ്ങി. പിന്നെ നമ്മളൊരു ഗ്യാങ് ആയി. ആൻഡ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. കാരണം നമ്മൾ ജോയിൻ ചെയ്യുന്നൊരു സമയത്ത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സാണ്. അതായത് ആദ്യം ഭയങ്കര എനിമീസായിട്ട് നിന്നിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ട് മാറിയ ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല, എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു എന്താ പറയുക, ബാഡ് സ്റ്റേജിലാണ് ഞാൻ ആ കോളേജിൽ ജോയിൻ ചെയ്യണത്. അപ്പോൾ എനിക്ക് ഭയങ്കര മെൻ്റലി ഞാൻ ഡൗൺ ആയിരുന്നു. അതിൻ്റെ കൂടെയായിരുന്നു ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾക്കുള്ളിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇവരാരും എൻ്റെ ഏജല്ല, എന്നെക്കാളും മുതിർന്നവരാണ്. പക്ഷേ ആ സമയത്ത് എന്താ പറയുക, അവരൊരു സിസ്റ്ററിനെ പോലെ ട്രീറ്റ് ചെയ്ത് എന്നെ അത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പിന്നീട് എന്താ പറയുക ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ വീക്കിലും എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും. കാരണം എനിക്ക് എൻ്റെ ലൈഫിൻ്റെ സിറ്റുവേഷനിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് ക്ലാസ് എടുക്കുക, പിന്നെ റൂമിൽ പോവുക, അത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി അടിപൊളിയായിട്ട് പുറത്ത് പോവുക, ഫുഡ് കഴിക്കുക, നമ്മളെല്ലാവരുമായിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോവുക, ഇങ്ങനെയൊക്കെ കുറേ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ ഭയങ്കര ക്ലോസ് ആയി. അതുപോലെ എൻ്റെ ആ ഇഷ്യൂ ഞാൻ മറക്കാനുണ്ടായിരുന്ന ഏറ്റവും വലിയ കാരണം ഇവർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ബാഡ് പോയിന്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ, മോർ ദാൻ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഉദ്ദേശിച്ചാൽ അറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മീറ്റ് ചെയ്തത് എൻ്റെ കല്യാണത്തിൻ്റെ അന്നാണ് കേട്ടോ. കല്യാണത്തിൻ്റെ ഭയങ്കര ഒരു ഇൻറ്റിമേറ്റ് വെഡിങ് ആയിരുന്നു നമ്മുടെ കല്യാണം. അപ്പോൾ അധികം ആൾക്കാരൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലാണ് ഞാൻ ഇതിനകത്ത് പലരെയും ലാസ്റ്റായിട്ട് കണ്ടത്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year ആയി. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ മീറ്റപ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒന്നില്ലെങ്കിൽ കൊച്ചിയിലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ക്ലാസ് ഉണ്ടാവും, അല്ലെങ്കിൽ കോളേജിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും. അങ്ങനെയായി എല്ലാവരും ഓരോരോ സ്ട്രീംസിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇതിൽ എല്ലാവരും ടീച്ചേഴ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ പേര് അത് നിർത്തി വേറെ കുറേ പ്രൊഫഷനിലേക്ക് മാറി. അങ്ങനെ കുറേ സിറ്റുവേഷനിൽ ആണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ദിവസം വരാമെന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആൻഡ് ഫൈനലി ഇന്ന് നമ്മൾ എല്ലാവർക്കും സമയം കണ്ടെത്തി. ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് 11:30 ആകുമ്പോഴാണ് എത്താൻ പറയുന്നത്. ഇപ്പം തന്നെ 10:45 അപ്പോൾ ഇപ്പം ഞാനിവിടെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ ഞാൻ നല്ല ലേറ്റ് ആവും. സോ ഫ്രണ്ട്സ്, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ബൈ. ഞാൻ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ഇനി അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ അപ്പം തന്നെ ഇറങ്ങി കേട്ടോ. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോഴേക്ക് ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റുഡിയോ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. 11:30 എത്താമെന്ന് പറഞ്ഞാണ്. ഇപ്പം സമയം എന്താ 11:58. എന്നേക്കാളും പങ്ക്ച്വലാണ് എൻ്റെ ഫ്രണ്ട്സ്. അതുകൊണ്ട് ഇതുവരെ ആരും എത്തിയിട്ടില്ല. സോ ഞാൻ സമയം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റുഡിയോയിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സ്റ്റുഡിയോ എന്നും എനിക്കൊരു വികാരമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാകും. നോർമലി ഞാൻ എപ്പോൾ സ്റ്റുഡിയോയിൽ വന്നാലും സ്റ്റുഡിയോയിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഇന്ന് സ്റ്റുഡിയോ ഭയങ്കര എംറ്റിയാണ്, ആരുമില്ല. ഷോപ്പ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ദിവസം. ഞാനിട്ട് വന്ന് സാറ്റർഡേ കൂടെയാണ്. എന്നിട്ട് തന്നെ ഇവിടെ തീരെ തിരക്കുണ്ടായിരുന്നു. നമ്മൾ നോർമലി വെസ്റ്റ് സൈഡിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെയും അവർ
ഇപ്പോൾ ടോപ്പിന് പെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പാൻറ്റും സെപ്പറേറ്റ് റേറ്റിലാവും. എനിക്ക് സ്റ്റുഡിയോയിൽ ഏറ്റവും ഇഷ്ടമുള്ള സെക്ഷൻ അവരുടെ നൈറ്റ് വെയർ സെക്ഷൻ ആട്ടോ. അവരെപ്പോഴും ആ കളക്ഷൻ അപ്ഡേറ്റ് ചെയ്യും. ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റുഡിയോന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ എത്തിയിട്ടുണ്ട്. ലൈഫ് സ്റ്റൈലിൽ ഇനി എന്തൊക്കെ കളക്ഷൻസാണ് ഉള്ളതെന്ന് കൂടെ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റുഡിയോയിൽ സ്റ്റേപ്പിൾ കളക്ഷൻ, അതായത് അവരുടെ നോർമൽ ഡിസൈൻസ് തന്നെയാണ് കൂടുതൽ. അതുകൊണ്ട് ഇനി നമുക്ക് ലൈഫ് സ്റ്റൈലൊന്ന് നോക്കി നോക്കാം. എനിക്ക് അവിടെ ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് നൈറ്റ് വെയർ സെക്ഷൻ വെച്ച്. ലൈഫ് സ്റ്റൈലിൽ നീരൂസ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഉണ്ട് കേട്ടോ. എത്തനിക് വെയർ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും പറ്റിയൊരു ബ്രാൻഡാണ് നീരൂസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. ഞാൻ അവിടുന്ന് കുറേ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയും കൂടെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ടും എൻ്റെ ഫ്രണ്ട്സ് എത്താത്തത് കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് റീബോക്കിൻ്റെ ഈ ഒരു ഇവൻറ്റ് പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. റീബോക്കിൻ്റെ ഫസ്റ്റ് സ്റ്റോർ കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു പ്രൊമോഷണൽ ഇവൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു. ആ ഒരു ബാറിലേക്ക് 80 സെക്കൻഡ്സ് ഹോൾഡ് ഓൺ ചെയ്യണം. അങ്ങനെ 80 സെക്കൻഡ്സ് ഹോൾഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ഗിഫ്റ്റ് വൗച്ചറും അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഫ്രണ്ട്സൊക്കെ എത്തി. എല്ലാവരും കുറേ വർഷത്തിന്, അതായത് ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് ശേഷം കാണുകയാണ് കേട്ടോ. പലരും കരിയർ സ്വിച്ച് ചെയ്തു, പുതിയ കരിയറിലേക്ക് പോയി. എല്ലാവർക്കും പല പല സ്റ്റോറീസാണ് പറയാനുള്ളത്. ഒരു വർഷത്തിൻ്റെ അപ്പുറം അന്നും ഇന്നും നമ്മുടെ ലൈഫ് എത്രത്തോളം അല്ലേ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ട്സിനെ കണ്ട് അവരോട് നേരിട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് പലതും മനസ്സിലാവുക. നമ്മൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ടെങ്കിലും ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റാറില്ലല്ലോ. അതുകൊണ്ട് നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, സ്റ്റോറീസൊക്കെ നമ്മൾ നേരിട്ട് പറയുക. നമ്മൾ ഫുഡ് കോർട്ടിൽ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ വിളി നമ്മളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ നോർമലി എപ്പോഴും ഫുഡ് കോർട്ടിൽ തന്നെയാണ് ഫുഡ് കഴിക്കാറ്. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ഒരു വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എപ്പോഴോ നടന്നു വരുന്ന സമയത്ത് ഈ ഫുഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഷോപ്പ് നമ്മുടെ കണ്ണിൽ പെട്ടു കേട്ടോ. അതുകൊണ്ട് അവിടെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാലിക്കറ്റ് ഫുഡ് ഷോപ്സിന് ഒരു ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുക അതിൻ്റെ ആംബിയൻസിലാണ്. നമ്മളിതിൻ്റെ ആംബിയൻസ് അട്രാക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അങ്ങനെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഫുഡൊക്കെ ഭയങ്കര ഓക്കെ ഫുഡായിരുന്നു കേട്ടോ. പല ഐറ്റംസിലും ഭയങ്കര ഉപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ആ ഡിഷ് മാറ്റി വേറെ ഫുഡൊക്കെ നമുക്ക് ഓർഡർ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഫുഡ് കോർട്ടിലേക്ക് തന്നെ വന്നു. ഒരു ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് വീണ്ടും അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു കേട്ടോ. നമ്മൾ എപ്പോൾ തുടങ്ങിയ സംസാരമാണെന്നറിയോ? 12:30 തുടങ്ങിയ സംസാരമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 3:30 ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സംസാരം കഴിഞ്ഞില്ല. ഞാൻ ആലോചിക്കുകയാണ്, അന്ന് ഞാൻ ഇവരെൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഇവരുമായിട്ട് ഇത്രയും കമ്പനി ആവുമെന്നോ, ഇത്രയും കഥകൾ എനിക്ക് ഇവരുടെ അടുത്ത് പറയാനുണ്ടാവുമെന്നോ, എൻ്റെ ലൈഫിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാവുമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് അതായത് ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണോ അവരെ കണ്ടിരുന്നത് അതേപോലെയാണ് എനിക്ക് ഇന്നും ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ കുറച്ച് പേരുണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമുക്ക് എത്ര വാട്സപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എത്രത്തോളം അവരോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നേരിട്ട് കണ്ട് ഇവരോട് കുറച്ച് നേരം സംസാരിക്കുന്നത് അതൊരു വേറെ ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മളിവിടെ കാണുന്നത് ഇതിലൊരാളുടെ കല്യാണമാണ് ഡിസംബറിൽ. അപ്പോഴായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ.